ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഖലിസ്ഥാനികളെ പിന്തുണയ്ക്കാൻ ബ്രിട്ടൻ തീരുമാനമെടുത്തതോടെ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ബ്രിട്ടനിലെ സുരക്ഷാ സഹമന്ത്രി ഡാൻ ജാർവിസ് രാജ്യത്തെ ഖലിസ്ഥാനികളെ സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകി. എയർപോർട്ടുകളിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ചില ഖലിസ്ഥാൻ വിരുദ്ധ നയങ്ങൾ തങ്ങളെ ബാധിക്കുന്നു എന്ന് ഖലിസ്ഥാനികൾ ചൂണ്ടിക്കാണിച്ചതിന് പിന്നാലെയാണ് ഡാൻ ജാർവിസിന്റെ പ്രതികരണം. അതേസമയം സിഖ് ഫെഡറേഷൻ അയച്ച കത്തിൽ ബ്രിട്ടീഷ് മന്ത്രി ഡാൻ ജാർവിസും നിജാർ വധക്കേസിൽ കാനഡയെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. ബ്രിട്ടീഷ് പൗരന്മാരെ ഭീഷണിപ്പെടുത്താനോ ഉപദ്രവിക്കാനോ ഉള്ള വിദേശ രാജ്യങ്ങളുടെ ഒരു ശ്രമവും അംഗീകരിക്കില്ല എന്നും ബ്രിട്ടീഷ് സുരക്ഷാ സഹമന്ത്രി ഡാൻ ജാർവിസ് പറഞ്ഞു. ബ്രിട്ടനിൽ താമസിക്കുന്ന നിരവധി സിഖുകാർ തങ്ങളെ ഇന്ത്യൻ സർക്കാർ ലക്ഷ്യമിടുന്നതായി ആരോപിച്ചതിന് പിന്നാലെയാണ് അവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള ബ്രിട്ടീഷ് സഹമന്ത്രിയുടെ പ്രസ്താവന പുറത്തു വന്നത്. കാനഡയിലെയും അമേരിക്കയിലെയും സിഖ് സംഘടനകളും സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം ഖലിസ്ഥാനികളുടെ ഇത്തരം അവകാശവാദങ്ങൾ മുൻകാലങ്ങളിൽ ഇന്ത്യൻ സർക്കാർ തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. ഖലിസ്ഥാനി ബന്ധമുള്ള സംഘടനയായ സിഖ് ഫെഡറേഷന് ജാർവിസ് കത്തെഴുതുകയും അവർക്ക് സംരക്ഷണം ഉറപ്പു നൽകുകയും ചെയ്തു. ജീവന് നേരെയുള്ള ഭീഷണികളെ തങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ലെന്നും തങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികളിലൂടെയും പോലീസ് സേനകളിലൂടെയും ആളുകളെ സുരക്ഷിതമായി സംരക്ഷിക്കാൻ തങ്ങളുടെ പക്കലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്നും ജാർവിസ് എഴുതിയ കത്തിൽ പറയുന്നു. ഡിസംബർ 10 എഴുതിയ കത്ത് ഡിസംബർ 19 ദി ഗാർഡിയൻ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. 5,35,000 വരുന്ന സിഖുകാർ ബ്രിട്ടീഷ് ജനസംഖ്യയുടെ 0.8% ആണ്. ഇന്ത്യയുടെ മുൻ വിദേശകാര്യ സെക്രട്ടറിയും തൊഴിൽ നയതന്ത്രജ്ഞനുമായ കൻവാൾ സിബൽ ഖലിസ്ഥാനി ഭീകരർക്ക് അഭയം നൽകുന്ന ബ്രിട്ടന്റെ നയത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇന്ത്യയുടെ പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും ഭീഷണിയാകാൻ ബ്രിട്ടനിലെ അധികാരികൾ ഖലിസ്ഥാനി തീവ്രവാദികളെ പണ്ടേ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നും സിബൽ പറഞ്ഞു. അതേസമയം ഖലിസ്ഥാനി ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കനേഡിയൻ സർക്കാരുമായി സഹകരിക്കാൻ ജാർവിസ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടതായും ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു. നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാരിന്റെ പങ്കുണ്ട് എന്ന് കാനഡയുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ പരാമർശം. കാനഡയുടെ വാദത്തെ ശക്തമായി നിരസിച്ച ഇന്ത്യക്ക് നിജാർ കേസുമായി ബന്ധപ്പെട്ട വിശ്വസനീയമായ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി കാനഡയിലെ വലിയ ഒരു സിഖ് സമൂഹത്തെ വെച്ച് കളിക്കുകയാണ് എന്ന് ഇന്ത്യ ആരോപിക്കുകയും ചെയ്തിരുന്നു. കനേഡിയൻ അന്വേഷണങ്ങളിൽ നിന്നുള്ള കണ്ടെത്തലുകൾ ഞങ്ങൾ വളരെ ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. ബ്രിട്ടന് കാനഡയുടെ നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസമുണ്ടത്രേ. എല്ലാ രാജ്യങ്ങളും പരമാധികാരത്തെയും നിയമവാഴ്ചയെയും ബഹുമാനിക്കണം. നിയമ നടപടികളുമായി സഹകരിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള എല്ലാ പങ്കാളികളെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ജാർവിസ് എഴുതിയ കത്തിൽ സൂചിപ്പിക്കുന്നത്. ഡിസംബർ 30 ഇന്ത്യയുടെയും റഷ്യയുടെയും എംബസികൾ ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഖലിസ്ഥാൻ ഭീകര സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ്. സിഖ് ഫോർ ജസ്റ്റിസിന്റെ മേധാവിയായ ഗുർബന്തുവന്ത് സിംഗ് പന്നു പുറത്തുവിട്ട സന്ദേശത്തിലാണ് ഇന്ത്യൻ റഷ്യൻ എംബസികൾക്കെതിരെ ഭീഷണി ഉയർത്തിയിട്ടുള്ളത്. റഷ്യ ഇന്ത്യക്ക് രാസായുധം നൽകുന്നതായിട്ടാണ് ഖലിസ്ഥാൻ ഭീകര സംഘടന ആരോപണം ഉയർത്തുന്നത്. ലണ്ടൻ, ഒട്ടാവ, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളിലെ റഷ്യൻ ഇന്ത്യൻ എംബസികൾ ആക്രമിക്കുമെന്നും പിടിച്ചടക്കുമെന്നുമാണ് പന്നുവിന്റെ ഭീഷണി. ഈ സന്ദേശം ലോകവ്യാപകമായി സ്പ്രെഡായി. ഡിസംബർ 30 ഇന്ത്യയുടെയും റഷ്യയുടെയും നയതന്ത്രജ്ഞരെ ആക്രമിക്കുമെന്നും സിഖ് ഫോർ ജസ്റ്റിസ് ഭീഷണിപ്പെടുത്തി. പഞ്ചാബിലെ ശംഭു അതിർത്തിയിലെ പുതിയ കർഷക പ്രക്ഷോഭത്തിനിടയിൽ പ്രക്ഷോഭകരെ പിരിച്ചുവിടാൻ സുരക്ഷാ സേന കണ്ണീർവാതകം പ്രയോഗിച്ചിരുന്നു. സിഖ് കർഷകരെ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സർക്കാർ റഷ്യൻ കെമിക്കൽ ടിയർ ഗ്യാസ് ഗ്രനേഡുകൾ ഉപയോഗിച്ചു എന്നാണ് ഖലിസ്ഥാൻ ഭീകരർ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചാബിനെതിരായ യുദ്ധത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പങ്കാളിയാണെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. ഇതിനെതിരായ ഡിസംബർ 30 പ്രതിഷേധ ദിനം ആചരിക്കാൻ പഞ്ചാബിലെ കർഷകരോട് പന്നു അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശും പാകിസ്ഥാനും ബ്രിട്ടനും കാനഡയും ഒക്കെ വളഞ്ഞിട്ടിപ്പോൾ ഇന്ത്യയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇവരുടെയൊക്കെ പിന്തുണയും സഹായങ്ങളും ഉള്ളത് കൊണ്ടാണ് ഖലിസ്ഥാൻ ഭീകരർ കുറേയായി ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ ഇറക്കുന്നത്. അതുപോലെ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ബംഗ്ലാദേശിൽ നടന്ന ആളുകളെ കാണാതാകലുകളിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന് ആരോപിക്കുകയാണ് ഇപ്പോഴത്തെ ഇടക്കാല സർക്കാരായ യൂനിസ് സർക്കാരിന്റെ അന്വേഷണ കമ്മീഷൻ. വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് ഹസീന രാജ്യം വിട്ട ശേഷം രൂപീകരിച്ച ഇടക്കാല സർക്കാർ നിയമിച്ച അന്വേഷണ കമ്മീഷനാണ് ഇങ്ങനെ ആരോപിക്കുന്നത്. ബംഗ്ലാദേശ് സുപ്രീം കോടതിയിലെ വിരമിച്ച ജഡ്ജി ഫാരിദ് അഹമ്മദ് ഷിബിലിയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ കമ്മീഷനാണ് വിഷയത്തിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഹസീനയുടെ കാലത്ത് പോലീസ് തട്ടിക്കൊണ്ടുപോയ ചിലർ ഇപ്പോഴും ഇന്ത്യയിലാണുള്ളത് എന്ന് സൂചനയുണ്ടെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു. ഇവരെ തിരികെ കൊണ്ടുവരുന്ന കാര്യം തങ്ങളുടെ അധികാര പരിധിക്ക് പുറത്തു വരുന്ന കാര്യമായതുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും ശ്രമിക്കണം എന്നും കമ്മീഷൻ വിശദീകരിക്കുന്നു. ബംഗ്ലാദേശ് സുപ്രീം കോടതി പരിസരത്ത് നിന്ന് പോലീസ് പിടികൂടിയ സുഖ്രഞ്ജൻ ബാലി ഇപ്പോൾ ഇന്ത്യയിലാണുള്ളതെന്നും കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. 1971 യുദ്ധകാലത്ത് ഇയാളുടെ സഹോദരൻ കൊല്ലപ്പെട്ടിരുന്നു. ജമാഅത്തെ ഇസ്ലാമി നേതാവ് ദൽവർ ഹുസൈൻ സയ്യിദാണ് കൊലയ്ക്ക് പിന്നിലെന്ന് മുമ്പ് പ്രോസിക്യൂഷൻ ആരോപിച്ചു. എന്നാൽ കേസിൽ മൊഴി നൽകാൻ വരുമ്പോഴാണ് ഹസീനയുടെ പോലീസ് 2012 ഇയാളെ പിടികൂടിയത്. സയ്യിദിയല്ല കൊല നടത്തിയത് എന്ന് ഇയാൾ മൊഴി നൽകാനിരിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ബംഗ്ലാദേശിൽ കാണാതായതിനു ശേഷം പിന്നീട് ഇയാളെ ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലെ ഡെറാഡൂൺ ജയിലിൽ നിന്ന് ഇയാളെ കണ്ടെത്തുകയാണ്. ആഴ്ചകളോളം ബംഗ്ലാദേശി പോലീസ് കസ്റ്റഡിയിൽ വെച്ച ഇയാളെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് തള്ളിവിടുകയായിരുന്നത്രേ. ഇതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നിയമവിരുദ്ധമായി ഇന്ത്യയിൽ എത്തിയതാണ്, ഇന്ത്യയിലെ അതിർത്തി രക്ഷാസേനയാണ് ഇയാളെ പിടികൂടിയത് എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഹസീനയുടെ കാലത്ത് 3500 പേരെ കാണാതായി എന്നാണ് അന്വേഷണ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട്. പ്രതിരോധ മന്ത്രിയായിരുന്ന താരിഖ് അഹമ്മദ് സിദ്ദീഖിന് ഇതിൽ പങ്കുണ്ട് എന്നും പറയപ്പെടുന്നു. സൈന്യത്തിൽ നിന്നും പോലീസിൽ നിന്നുമെല്ലാം അംഗങ്ങളെ കൊണ്ടുവന്ന് രൂപീകരിച്ച RAB എന്ന പ്രത്യേക സേന ആളുകളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചിരുന്നതായും തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെ ഇല്ലാതാക്കുന്നു എന്നതിന്റെ പേരിൽ ഇന്ത്യ കുറേയായി ബംഗ്ലാദേശിനെ വാണിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രകോപിതരായ യൂനിസ് സർക്കാർ മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കുന്ന ഇന്ത്യയോട് സ്വാഭാവികമായും ഒരു മുറുമുറുപ്പുണ്ട്. ഈ സാഹചര്യത്തിൽ അവര് അതെടുത്ത് വേണ്ടുവോളം വിനിയോഗിക്കുകയാണ്. പക്ഷേ ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ ബംഗ്ലാദേശിന് സാധിക്കുമോ എന്നതൊരു ചോദ്യമാണ്. ഇനി പന്നുവിനെ പ്രതിനിധീകരിക്കുന്ന 0.8% ആളുകൾ മുഴുവനും ശ്രമിച്ചാലും ശരി, ഇന്ത്യക്കെതിരെ ഒരു പോറലേൽപ്പിക്കാൻ ഇവർക്ക് കഴിയില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ചാരസംഘടനയായ ഇന്ത്യക്കെതിരെ കരങ്ങൾ ഉയർത്തുന്ന ആളുകൾ അമേരിക്കയിലോ അഫ്ഗാനിലോ ഇറാനിലോ ബംഗ്ലാദേശിലോ ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ശരി, അവിടെ ചെന്ന് അവരെ വകവരുത്താൻ ഇന്ന് റോയ്ക്ക് കഴിയും. അതാണ് ഹർദീപ് സിംഗ് നിജാറിന്റെ വിഷയത്തിലും സംഭവിച്ചത്. നന്ദി.